മോനെ ചെറി, അമ്മച്ചിയുടെ മുത്തേ, ഓടി വന്നേ, നമുക്ക് സ്കൂളിൽ പോണ്ടേ. അമ്മച്ചിയുടെ വാക്കുകൾ കേട്ട് ഒരു മുറിയിൽ നിന്നും ചിരിച്ചുകൊണ്ട് ഒരു കുഞ്ഞു കുറുമ്പൻ ഓടി വന്നു. അമ്മച്ചി, ഞാൻ ദേ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അപ്പച്ചന്റെ അടുത്തായിരുന്നു. അപ്പച്ചൻ എനിക്ക് ഷൂലേസ് കെട്ടിത്തരുമായിരുന്നു. ചെറിക്കുട്ടാ, ദേ മോന്റെ ബാഗ് എടുത്തില്ല. ബാഗ് ഇല്ലാതെയാണോ മക്കള് സ്കൂളിൽ പോകുന്നത്? എന്റെ കർത്താവേ, ജെറിക്കുട്ടൻ അതങ്ങ് മന്നുപോയി. താങ്ക് യു അപ്പച്ച. ജെറി മൈക്കിളിന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അയാളുടെ കവിളിൽ ഒരു മുത്തം നൽകി. ആഹാ, അപ്പച്ചന് മാത്രമേ ഉമ്മയുള്ളൂ? അല്ലേ, എന്റെ അമ്മച്ചിക്കും ഉണ്ടേ. ജെറി ഓടിച്ചെന്ന് റീനയുടെ കവിളിലും അമർത്തിയൊരു ഉമ്മ കൊടുത്തു. ആഹാ, നിങ്ങളുടെ ഉമ്മ കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ. സ്കൂള് ഇങ്ങോട്ട് വരില്ല, നമ്മള് അങ്ങോട്ട് പോകണം. ശബ്ദം കേട്ട് എല്ലാവരും വാതിലിന്റെ അടുത്തേക്ക് നോക്കി. അവിടെ ജൂൺ നിൽക്കുന്നത് കണ്ടു. ജൂൺ ഏലിയാസ് ജോർജ്, മൈക്കിളിന്റെ സഹോദരൻ ജോർജിന്റെ മൂത്ത മകൻ. ജൂൺ പഠിച്ചതും വളർന്നതും എല്ലാം ഇന്ത്യയിലാണെങ്കിലും എല്ലാ അവധിക്കും അവൻ സിയോളിൽ വരുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി അവൻ സിയോളിൽ തന്നെയാണ്. ജിമ്മിനില്ലാത്ത സമയങ്ങളിൽ ജെറിയുടെ സാരഥി ജൂണാണ്. പതിവ് പോലെ ജൂൺ സമയത്ത് തന്നെ റെഡിയായിട്ട് വീടിൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ജെറിയെ ടൈമിൽ സ്കൂളിൽ എത്തിച്ചില്ലെങ്കിൽ ജിമ്മിൻ്റെ കയ്യിൽ നിന്നും ശരിക്കും ജൂണിന് കിട്ടും. ജൂൺ അങ്കിളെ, ഞാൻ എപ്പോഴേ റെഡി. നമുക്ക് സ്കൂളിൽ പോവാം. അയ്യോ പോകല്ലേ ജെറിമോനെ, ദേ ലഞ്ച് ബോക്സ് കൊണ്ടുപോ. ഉടനെ അടുക്കളയിൽ നിന്നും ഒരു ശബ്ദമുയർന്നു. ഷേടാ, ഇവളിത് സ്ഥിരമാക്കുവാണോ? ഒന്ന് പെട്ടെന്ന് കൊണ്ടുവാടി, സമയം പോകുന്നു. ദേ വരുന്നു ഇച്ചായ. അടുക്കളയിൽ നിന്നും സൂപ്പർമാൻ്റെ സ്റ്റിക്കറുള്ള ഒരു ബ്ലൂ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും പിടിച്ചുകൊണ്ട് ജീനി ഓടി വന്നു. ജീനി ജൂൺ, ജൂണിൻ്റെ ഭാര്യയാണ്. 2 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ജൂൺ സിയോളിലേക്ക് പോന്നപ്പോൾ ജീനിയും കൂടെ പോന്നു. ഇപ്പോൾ വീട്ടിൽ റീനയുടെയും മൈക്കിളിൻ്റെയും ജെറിയുടെയും കാര്യങ്ങൾ നോക്കുന്നത് ജീനിയാണ്. ജീനി ജെറിയെ കഴുത്തിൽ വാട്ടർ ബോട്ടിലിൻ്റെ വള്ളി തൂക്കിക്കൊണ്ട് പറഞ്ഞു. ജെറിമോനെ, ഇതിലുള്ള വെള്ളം മുഴുവനും കുടിക്കണം കേട്ടോ. തിരിച്ചു വരുമ്പോ ഫുള്ള് കാലിയായിരിക്കണം. ഇന്ന് മോന് ഇഷ്ടമുള്ള ബിരിയാണിയാണ് ലഞ്ച്. കുറച്ച് ഏറെ ആന്റി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കേ ആന്റി, ഞാൻ പോയിട്ട് വരാമേ. ടാറ്റാ അപ്പച്ച, അമ്മച്ചി, ടാറ്റാ. ടാറ്റ മോനെ, അവർ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ജൂണിൻ്റെ കൈയും പിടിച്ച് ജെറി വീടിൻ്റെ പടികൾ ഇറങ്ങി കാറിൽ കയറി പോകുന്നത് കണ്ട് അവർ നിന്നു. കഴിഞ്ഞ 5 വർഷമായി ജെറിക്ക് ഒരു കുറവും വരുത്താതെ മൈക്കിളും റീനയും അവനെ വളർത്തി. കഴിഞ്ഞ 2 വർഷമായി ജൂണും ജീനിയും അവന് താങ്ങും തള്ളുമായി കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും അവന് ഒരമ്മയുടെ സ്നേഹം കൊടുക്കാൻ അവർക്കായോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ആയി ഒന്നും പറയാൻ അവർക്കാകില്ല. ജെറിയുടെ കുഞ്ഞിച്ചിരിയും കരച്ചിലും ഉറങ്ങിക്കിടന്ന ആ വീട്ടിൽ പുതിയൊരു ഉണർവുണ്ടാക്കി. പഴയതെല്ലാം അവർ പതുക്കെ മറന്നു. എന്നിരുന്നാലും ചില ദിവസങ്ങളിൽ റീന ജീനിയോട് പറയാറുണ്ട്, ജെറി ജനിച്ച ദിവസം, അവനെ കയ്യിലെടുത്ത് ജിമിൻ ഈ വീടിൻ്റെ പടി കയറിയ ദിവസം, ജെറിയെ നെഞ്ചോട് ചേർത്ത് ജിമിൻ അലറിക്കരഞ്ഞ ദിവസം, എല്ലാം ഒരു സ്വപ്നം പോലെ റീനയുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ജെറി തൻ്റെ അമ്മയെപ്പറ്റി ആരോടും ചോദിച്ചിട്ടില്ല, ജിമിനോട് പോലും. ജെറി വന്ന ശേഷം ജിമിൻ ജെറിയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവന് അധിക നേരം കൂടെ ഇരിക്കാൻ സാധിച്ചിരുന്നില്ല. രാവിലെ ജിമിൻ കമ്പനിയിൽ പോയാൽ ജെറി വീട്ടിൽ റീനയുടെയും മൈക്കിളിൻ്റെയും ഒപ്പമായിരിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മൈക്കിളിൻ്റെ വീട്ടിൽ കുറച്ച് അതിഥികളെത്തി. അത് മൈക്കിളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എബ്രഹാം മാത്യുവും കുടുംബവുമായിരുന്നു.
അബ്രഹാമും ഭാര്യ സാറയും ഇന്ത്യയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അബ്രഹാം മൈക്കിളിനെ പോലെ സ്വന്തം അധ്വാനം കൊണ്ട് പടുത്തുയർത്തിയതാണ് എസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ലീഡിംഗ് ബിസിനസ് ഗ്രൂപ്പ്. മൈക്കിളിൻ്റെയും അബ്രഹാമിൻ്റെയും സൗഹൃദം ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങിയതാണ്. അബ്രഹാം തൻ്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിൽ തന്നെ ബിസിനസ് തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തീരെ പ്രതീക്ഷിക്കാതെ എസ് എ ഗ്രൂപ്പ്സ് കോടികളുടെ കടബാധ്യതയിൽപ്പെട്ടു. അന്ന് അബ്രഹാമിനെ സഹായിക്കാൻ പലരും വിസമ്മതിച്ചപ്പോൾ താങ്ങായി വന്നത് മൈക്കിളാണ്. അതിൻ്റെ നന്ദി ഇപ്പോഴും അബ്രഹാമിന് മൈക്കിളിനോടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ജിമ്മിനുണ്ടായ പ്രതിസന്ധിയെപ്പറ്റി അബ്രഹാം അറിയുന്നത്. ഉടനെ തന്നെ അയാൾ തൻ്റെ ഫാമിലിയോടൊപ്പം സിയോളിലെത്തി. അന്നാണ് ആദ്യമായി മൈക്കിളും റീനയും അബ്രഹാമിൻ്റെ മക്കളെ കാണുന്നത്. അബ്രഹാമിന് സാറയ്ക്കും 2 മക്കൾ. മൂത്തവൻ ബെഞ്ചമിൻ മാത്യു അബ്രഹാം. ഇളയവൾ തേയ സാറ അബ്രഹാം. எதிரில் வந்து நின்றாயே எனது நிலைமை என்னாகும் விலகி நீயும் நடந்தாலே நான் உடைந்து போகிறேன் நீயே எனது உயிர் சட்டம் நீயே எதிர்வரும் திட்டம் நீயே நானாகிறேன். ബെഞ്ചമിൻ ഇപ്പോൾ എസ് എ ഗ്രൂപ്പ്സിൻ്റെ CEO ആണ്. പല ബിസിനസ് മീറ്റിംഗ്സിനും അവൻ സിയോളിൽ വരാറുണ്ട്. അങ്ങനെ ജിമിനും ജൂണുമായി നല്ല സൗഹൃദത്തിലാണ് ബെഞ്ചമിൻ. തേയ ഇന്ത്യയിൽ നിന്നും PhD എടുത്ത് സിയോൾ കോളേജിൽ ലെക്ചറായി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നോടിയായിട്ട് കൂടിയാണ് എല്ലാവരും ഒരുമിച്ച് സിയോളിൽ എത്തിയത്. തേയെ റീനയ്ക്കും മൈക്കിളിനും ഒത്തിരി ഇഷ്ടമായി. അവളുടെ ബഹുമാനമുള്ള പെരുമാറ്റവും സംസാര രീതിയും ചിരിയും അവർക്ക് നന്നായി ബോധിച്ചു. അതിഥികളെ സൽക്കരിക്കുന്നതിൻ്റെ തിരക്കിൽ നിന്നും എല്ലാവരെയും പൊടുന്നനെ നിശബ്ദമാക്കിയത് ജെറിയുടെ കരച്ചിലായിരുന്നു. റീന മുറിയിലേക്കോടി. എത്തുന്നതിന് മുൻപേ തന്നെ തേയ അവിടെ എത്തിയിരുന്നു. അവൾ ജെറിയെ കയ്യിൽ വാരിയെടുത്ത് തൻ്റെ മാറോട് ചേർത്തു. വാവേ ചക്കരക്കുട്ട, കരയില്ലേടാ. തേയുടെ സാമീപ്യം അനുഭവിച്ച കുഞ്ഞു ജെറി പെട്ടെന്ന് കരച്ചിൽ നിർത്തി. അവളെ നോക്കി ചിരിച്ചു. കുഞ്ഞി മോണ കാട്ടി കണ്ണുമിഴിച്ച് അവൻ ചിരിച്ചപ്പോൾ അറിയാതെ തേയുടെ മുഖത്തും ഒരു ചിരി വിടർന്നു. തേയ കുഞ്ഞുമായി ലിവിംഗ് റൂമിലേക്ക് നടന്നു വന്നു. എല്ലാവരും കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും റീന ജെറിക്കുള്ള പാലുമായി എത്തി. ആന്റി, ഞാൻ വാവയ്ക്ക് പാല് കൊടുത്തോളാം. തേയ അതും പറഞ്ഞ് റീനയുടെ കയ്യിൽ നിന്നും പാൽക്കുപ്പി വാങ്ങി. അവൾ മെല്ലെ അത് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒരു മടിയും കൂടാതെ കുഞ്ഞത് നുകർന്നു. പിന്നെ തേയ അവനെ ഉറക്കാനായി ഒരു താരാട്ടുപാട്ട് പാടി. രാരീരം രാരാരോ ആരേ രാരേ രാരാരോ താമര കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേണം അച്ഛനെ പോലെ വളരേണം അമ്മയ്ക്ക് തണലായി മാറേണം അമ്മ
തേയുടെ ചൂട് തട്ടി കുഞ്ഞു പതിയെ കണ്ണുകളടച്ചു. ആന്റി, ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള കോളേജിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. എനിക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വരാം. പിന്നെ വൈകുന്നേരം ഞാൻ ഹോസ്റ്റലിൽ പോയിക്കോളാം. അതാകുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആന്റി തനിയെ കഷ്ടപ്പെടേണ്ടി വരില്ല. മോളെ, അതൊക്കെ മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ജെറിയെ ഒത്തിരി ഇഷ്ടമായി. എന്താണെന്ന് എനിക്കറിയില്ല. അവനെ കയ്യിലെടുത്തപ്പോൾ ഞാൻ അനുഭവിച്ച ആ ഒരു ഫീൽ, അതെങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ ഇന്നു മുതൽ അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം. പിന്നെ എനിക്കെന്നും ആൻറ്റിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡും കഴിക്കാമല്ലോ. അപ്പോൾ ആൻറ്റിനൊന്നും പറയണ്ട. തേയുടെ വാശിക്ക് മുൻപിൽ റീനയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അന്ന് മുതൽ തേയാണ് ജെറിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. തേയില്ലാതെ ജെറിക്ക് പറ്റാതെയായി. തേയെ നോക്കി അവൻ ആദ്യം പറഞ്ഞ വാക്ക് അമ്മ എന്നാണ്. അന്ന് മനസ്സ് നിറഞ്ഞു തേയെ കരഞ്ഞതിന് കണക്കില്ല. ജന്മം കൊണ്ട് അവൾ അവന് അമ്മയല്ലെങ്കിലും കർമ്മം കൊണ്ട് അവൾ അവന് അമ്മയായി മാറി. അവൻ്റെ സ്വന്തം അമ്മ. நீரினில் வந்தது இந்நிஜமா நான் கொண்ட காயங்கள் போகுதம்மா நாடியும் மெல்லிசை ஆகுதம்மா பிள்ளை வாசத்தில் ஆசைகள் தோரணம் சூடுதம்மா